ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഉള്ളൊരു അപകടം എന്ന് പറയില്ലേ. ഞാനായിട്ട് വണ്ടി ഇടിച്ചതോ അങ്ങനെയൊന്നുമല്ല. എൻ്റെ മേലേക്ക് വണ്ടി വന്ന് വീഴുകയാണ് ചെയ്തത്. വണ്ടി ഇടിച്ചിട്ട് വേറൊരു വണ്ടിയിൽ ഇടിച്ചിട്ട് അതെൻ്റെ മേലേക്ക് വന്ന് വീഴാട്ടോ ചെയ്തത്. ബൈക്കായിരുന്നു. ഭാഗ്യത്തിന് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിക്കാം. എന്തായാലും ഒട്ടും മര്യാദയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് എയ്ഡ് പോലും എനിക്ക് തന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ കേസ് കൊടുത്തപ്പോഴാണെങ്കിലും അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ വീട്ടിലേക്ക് വരികയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അവസാനം നമ്മളത് വേണ്ടാന്ന് തന്നെ വെച്ചു. കാരണം അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ ആ പൈസയും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് വെച്ചു. കേസ് നമ്മൾ ഒഴിവാക്കാട്ടോ ചെയ്തത്. കുറേ ദിവസം കിടന്ന ശേഷമാണ്, ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ഫുൾ കിടപ്പായിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എണീറ്റത്. ആ ദിവസങ്ങളിൽ ചേച്ചിയും അതുപോലെ തന്നെ എൻ്റെ ഏട്ടനും നോക്കാനായിട്ടുണ്ടായിരുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഏട്ടനും അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇല്ലാത്തതുകൊണ്ട് ആരും ഇല്ല നമുക്ക് നോക്കാനും കാര്യങ്ങൾക്കും. ഒരുപാട് വിഷമം തോന്നി, ഒരുപാട് കരഞ്ഞു. ടെൻഷൻ, കരച്ചിൽ, വിഷമം, വേദനകൾ എല്ലാമായിരുന്നു ഈ ഒരാഴ്ച എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ എണീറ്റൊക്കെ തുടങ്ങി പതിയെ. നമ്മുടെ താമരയിൽ പുതിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, റെഡ് കളറ്. പിന്നെ ഏട്ടൻ പൂജ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് മരുന്നൊക്കെ തേച്ച് തരുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആയുർവേദവും കൂടി ഒന്ന് കാണിച്ചിട്ടുണ്ട്. കാലിൽ നീര് മാറുന്നില്ല. അപ്പോൾ ഒരു ചതവുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. നടക്കാനൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം ഇപ്പോൾ നടക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഷോപ്പിലേക്ക് പോകണ്ട പെട്ടെന്ന് തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഏട്ടൻ വേഗം പോയി ജ്യൂസൊക്കെ അടിച്ചിട്ട് തരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അമ്മൂനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി പോയപ്പോൾ അമ്മൂനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് എനിക്ക് കൂട്ടിനായിട്ട്. അപ്പോൾ അമ്മൂം ഉണ്ട് ഇവിടെ, പിന്നെ പൊന്നനും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് SMDT എന്നാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ട്രസ്റ്റാണ് മൂകാംബികയുടെ. അവിടെ നമ്മൾ എല്ലാ മാസവും നമ്മൾ ചന്ദനത്തിൻ്റെ ഇതിലേക്ക്, പ്രസാദത്തിൻ്റെ ഇതിലേക്ക് പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വിഷുക്കൈ നീട്ടവും അതുപോലെ തന്നെ ദേവിയുടെ പ്രസാദവും ഇതുപോലെ അയക്കാറുണ്ട് അവർ, സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ ഏട്ടൻ വന്നിട്ട് നമുക്കൊരു മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനും അമ്മയും കൂടി അത് കഴിച്ചു. പിന്നെ കുളിക്കാൻ നോക്കിയിട്ടോ. വെള്ളമൊക്കെ ചൂടാക്കിയിട്ടൊക്കെയാണ് കുളിക്കുന്നത്. കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കവർ ചെയ്യണം, നനയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പായിരുന്നു. വേഗം തന്നെ ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ച് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാട്ടോ ചെയ്തത്. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ എണീറ്റ് വന്നപ്പോഴേക്കും ഏട്ടൻ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏട്ടൻ പൂജയ്ക്ക് പോകാൻ പോവുകയാണ്. ആ സമയത്ത് ഞാൻ പൂവൊക്കെ ഉണ്ടായിരുന്നൊക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മും പോയി കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ.